الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ചു അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുസ്ലിം ഈ ലോകത്തെ ജീവിതമല്ല ശാശ്വത ജീവിതമെന്നും മറിച്ച് പരലോകത്തെ ജീവിതമാണ് ശാശ്വതമായ ജീവിതം എന്നും വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നശ്വരമായ ഈ ദുനിയാവിലെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും അതൊന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ പരലോക ജീവിതത്തെ പറ്റിയും അതുപോലെ അതിന്റെ യാഥാർത്ഥ്യത്തെ പറ്റിയും ഒക്കെ ഒരുപാട് സൂചനകളും നിർദ്ദേശങ്ങളും പരാമർശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. രോഗിയെ സന്ദർശിക്കലും അതുപോലെ തന്നെ മയ്യത്ത് പരിപാലനവും ഖബർ സിയാറത്തും ഒക്കെ നൽകുന്ന സന്ദേശം നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം നശ്വരമാണെന്നും പരലോക ജീവിതമാണ് ശാശ്വതമായ ജീവിതം എന്നുമുള്ള സന്ദേശമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഭൂമി ലോകത്ത് മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങള്, വിഷമങ്ങള്, ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകള്, രോഗങ്ങള്, ടെൻഷനുകള്, ഇതൊക്കെ പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാക്കി മാറ്റാൻ വിശ്വാസികൾക്ക് സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഭൂമിയിൽ നിന്നുള്ള വേർപാട്, മരണം, അതിലൊരിക്കലും തന്നെ വിശ്വാസികളായ ആളുകൾക്ക് ഒരു വിഷമമോ ദുഃഖമോ ഉണ്ടാകേണ്ടതില്ല എന്നും മണ്ണിൽ നിന്നാണ് നമ്മളൊക്കെ സൃഷ്ടിച്ചത്, അതേ മണ്ണിലേക്ക് തന്നെയാണ് നമ്മളെയൊക്കെയും മടക്കുന്നത്, അതേ മണ്ണിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഉയരത്തേക്ക് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഓടിക്കൽപ്പിച്ച ആയത്ത് സൂറത്ത് താഹയിലെ 55-ാമത്തെ വചനമാണ്. അല്ലാഹു തആല പറയുന്നു, മിൻഹാ ഖലഖനാകും, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു മണ്ണിൽ നിന്ന്, വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കിയിരിക്കുന്നു, വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ, വീണ്ടും അതേ മണ്ണിൽ നിന്ന് തന്നെ നാം നിങ്ങളെ ഉയർത്തേക്ക് ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പോ മനുഷ്യരായ വിശ്വാസികളായ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോക ജീവിതത്തിന്റെ യാത്രയില് നമുക്കുള്ള ഒരു അല്പസമയമാണ് ഈ ഭൂമിയിലുള്ള ജീവിതം, ദുനിയാവിലുള്ള ജീവിതം എന്നുള്ള ഒരു യാഥാർത്ഥ്യം സത്യം നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ രോഗികളായ ആളുകളെ സന്ദർശിക്കുക, ആ രോഗിക്ക് ആശ്വാസം നൽകുക,
ഈ ദുനിയാവിലെ ജീവിതത്തിലെ രോഗങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾ തളർത്തേണ്ടതില്ല എന്ന സന്ദേശം അവർക്ക് നൽകുക, ഇതൊക്കെ വിശ്വാസികളുടെ ബാധ്യതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു രോഗിയെ വിശ്വാസിയായ ഒരാള് രാവിലെ പോയി സന്ദർശിച്ചാൽ ആ രോഗിക്ക് ശമനവും ആശ്വാസവും സഹായവും നൽകി കഴിഞ്ഞാൽ 70,000 മലക്കുകൾ അന്ന് വൈകുന്നേരം വരെ ഈ രോഗിയെ സന്ദർശിച്ച സന്ദർശകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. ശരി, വൈകുന്നേരമാണ് ഒരു രോഗിയെ സന്ദർശിച്ചുകൊണ്ട് ആശ്വാസം നൽകുന്നതെങ്കിൽ നേരം പുലരുവോളം അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ ഈ രോഗിയെ സന്ദർശിച്ച് ആശ്വാസം നൽകിയിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യം തിരിച്ചറിയുമ്പോൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, ദുനിയാവിലെ ജീവിതം, ആ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങള്, വിഷമങ്ങള്, ദുഃഖങ്ങള്, അതൊന്നും തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ദുഃഖത്തിന് കാരണമല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതുപോലെ മരണത്തിന് ശേഷം മരണാനന്തര കർമ്മങ്ങളിൽ മയ്യത്ത് പരിപാലനം, പരലോകത്തേക്ക് അദ്ദേഹത്തെ യാത്ര അയക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ പങ്കെടുക്കുന്ന ആളുകൾക്ക് 2 ഖീറാത്ത് പ്രതിഫലമുണ്ടെന്ന് അല്ലാഹു പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഒരാൾ മയ്യത്ത് നമസ്കരിച്ചാൽ അയാൾക്കൊരു ഖീറാത്ത് പ്രതിഫലമുണ്ടെന്നും, ഒരാൾ മയ്യത്ത് നമസ്കരിക്കുകയും മറമാടുന്നതിൽ പങ്കാളികളായും ചെയ്താൽ അയാൾക്ക് 2 ഖീറാത്ത് പ്രതിഫലമുണ്ടെന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ, എന്താണ് ഈ ഖീറാത്ത്? എത്രയാണ് ഈ ഖീറാത്ത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ആ നാട്ടിൽ കാണുന്ന ഒരു വലിയ പർവ്വതത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഈ പർവ്വതത്തോളം വരും അത്രയും വലിയ പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുകയും അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കുള്ള പ്രതിഫലമാണ് 2 ഖീറാത്ത് എന്ന് പറയുമ്പോൾ, മരണം എന്ന് പറയുന്നത് ആ മരണത്തിൽ പങ്കാളികളായി അദ്ദേഹത്തെ പരലോകത്തേക്ക് യാത്ര അയക്കുക എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഒരിക്കലും ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട വിഷയമല്ല. അതുപോലെ തന്നെ നമ്മൾ ജനിച്ചതുപോലെ ഒറ്റക്ക് നാളെ പരലോകത്തേക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ ജീവിതം, ദുനിയാവിലെ ജീവിതം, ഭൂമി ലോകത്തെ ജീവിതം അല്ല ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്, മറിച്ച് നാളെ പരലോകത്തുള്ള ജീവിതമാണ്. ശാശ്വതമായ, അറ്റമില്ലാതെ അനന്തമായി നീണ്ടുകിടക്കുന്ന പരലോക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ, അതാണ് നമുക്ക് വേണ്ടത്. ആ സ്വർഗമാണ് നമുക്ക് വേണ്ടത്. അതിനുള്ള അധ്വാനമാണ് ഭൂമി ലോകത്തിൽ വെച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. സഹോദരന്മാരെ, സഹോദരിമാരെ, ഖബർ സിയാറത്ത് എന്താണ്? ഖബർ സിയാറത്ത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖബർ സിയാറത്ത് സുന്നത്താക്കിയിട്ടുണ്ട്. പക്ഷേ ആദ്യകാലത്ത് അതിനെ എതിർത്തിരുന്നു, വിരോധിച്ചിരുന്നു. പ്രവാചകന്റെ ഒരു ഹദീസ് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം, അബൂ ദാവൂദ്, ഇബ്നു മാജ, തുർമുദി, ഹാക്കിം, ഇബ്നു ഹിബ്ബാൻ തുടങ്ങിയിരിക്കുന്ന ഒട്ടുമിക്ക മുഹദ്ദിസുകളും രേഖപ്പെടുത്തിയ ഹദീസ്. നബി മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്. ഖബറുകൾ സന്ദർശിക്കാൻ പാടില്ല എന്ന പ്രവാചകന്റെ നിർദ്ദേശം വന്നതിന് ശേഷം പ്രവാചകൻ പറയുന്നു, ആ വിലക്കിനെ ഞാൻ ഇതാ നീക്കം ചെയ്തിരിക്കുന്നു. ഖബർ സിയാറത്ത് പാടില്ല എന്ന എന്റെ വിലക്കിനെ ഞാൻ ഇതാ നീക്കം ചെയ്തിരിക്കുന്നു. ഇനി ഇന്നു മുതൽ നിങ്ങൾ ആ ഖബറുകൾ സന്ദർശിച്ചുകൊള്ളൂ. കാരണം ദുനിയാവിനോടൊരു മടുപ്പുണ്ടാകാൻ, ദുനിയാവിനോടൊരു വിരഗതി ഉണ്ടാകാൻ ആ ഖബർ സിയാറത്ത് നിങ്ങൾക്ക് ഉപകരിക്കും. അതുപോലെ ആഖിറ ലോകത്തെ പറ്റി ഓർക്കുവാനും ഈ ഖബർ സിയാറത്ത് ഉപകരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഖബർ സിയാറത്ത് ചെയ്തുകൊള്ളൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഒട്ടനവധി മുഹദ്ദിസ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ആദ്യകാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖബർ സിയാറത്ത് വിരോധിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അന്ന് പ്രവാചകൻ ഈ നുബുവത്തുമായി, ഇസ്ലാമിക പ്രബോധനവുമായി മക്കയിൽ വന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ ശിർക്കൻ വിശ്വാസക്കാരായിരുന്നു. അവര് മുശ്രിക്കുകളായിരുന്നു. അല്ലാഹു അല്ലാത്ത ആളുകളുടെ മുമ്പിൽ സങ്കടങ്ങൾ ബോധിപ്പിക്കുന്ന, ആവലാദികൾ ബോധിപ്പിക്കുന്ന
ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അവരൊക്കെയും സമീപിക്കുന്നത് മഖബറകളിലുള്ള ആളുകളെ, അതേപോലെ സാലിഹ്യങ്ങളായ ആളുകളെ, അതുപോലെ അവരെ പ്രതിദാനം ചെയ്യുന്ന വിഗ്രഹങ്ങളും ബിംബങ്ങളും രൂപങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളെയായിരുന്നു. അതുകൊണ്ട് അത്തരം ശിർക്കൻ ചിന്താദികളെ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊട്ടിയടച്ചതിന് ശേഷം അവർക്ക് തൗഹീദ് ഉറച്ചു എന്ന് ബോധ്യമായതിനു ശേഷം പ്രവാചകൻ ആ ഖബർ സിയാറത്തിന്റെ വിരോധം നീക്കി കളയുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഒരിക്കലും ഖബറുകളിൽ പോയി മഖബറകളിൽ പോയി നിങ്ങൾ സങ്കടം പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇനി മുതൽക്ക് നിങ്ങൾക്ക് ഖബർ സിയാറത്ത് ചെയ്യാൻ സാധിക്കും, സുന്നത്താക്കിയിരിക്കുന്നു എന്നുള്ള പ്രവാചകൻ പറയാണ്. അപ്പൊ ഈ ഖബർ സിയാറത്ത് ചെയ്യുന്നത് ഖബറിലുള്ള ആളുകൾക്ക് അയാൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാനാണ്. പക്ഷേ അയാൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ മഖബറയിൽ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഖബറുകളിൽ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എവിടെ പോയി പ്രാർത്ഥിച്ചാലും എവിടുന്ന് പ്രാർത്ഥിച്ചാലും അതിന്റെ ഉത്തരം അള്ളാഹു അയാൾക്ക് നൽകുന്നതാണ്. അള്ളാഹുവിനോട് വീട്ടിൽ നിന്നും പ്രാർത്ഥിക്കാം, നാട്ടിൽ നിന്നും പ്രാർത്ഥിക്കാം, ഖബറിനടുത്ത് പോയി പ്രാർത്ഥിക്കാം. പക്ഷേ ഖബർ എന്തിനു വേണ്ടി സന്ദർശിക്കുമെന്ന് ചോദിച്ചാൽ ആ സന്ദർശിക്കുന്ന വ്യക്തിക്ക് അയാൾക്ക് മരണത്തെ സംബന്ധിച്ച് ഓർമ്മയുണ്ടാകും, പരലോകത്തെ സംബന്ധിച്ചൊരു ബോധമുണ്ടാകും, അതുപോലെ തന്നെ ദുനിയാവിന്റെ ഈ ആത്മീയെ സംബന്ധിച്ച് അയാൾക്കൊരു മടുപ്പുണ്ടാകും. കാരണം എന്നെ പോലെ ഒരുപാട് സുഖസൗകര്യങ്ങളിൽ ജീവിച്ച ആളാണല്ലോ, വലിയ മുതലാളിയായിരുന്നല്ലോ, ഒരുപാട് പണവും പ്രതാപമുള്ള ആളായിരുന്നല്ലോ, അദ്ദേഹം കിടക്കുന്നതും ഈ ആറടി മണ്ണിലാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അയാൾക്ക് ദുനിയാവിന്റെ ഈ പളപ്പളപ്പില് അയാളുടെ ഈമാൻ കുറഞ്ഞു പോകൂല, അയാൾ വഞ്ചിതനായി പോകൂല. അതുകൊണ്ട് ദുനിയാവിനോടൊരു മടുപ്പുണ്ടാകാനും ആഖിറത്തെ സംബന്ധിച്ചൊരു ബോധമുണ്ടാകാനും നിങ്ങൾ ഖബറുകൾ സന്ദർശിച്ചോളൂ എന്നാ പറയുന്നത്. അപ്പൊ ഖബർ സന്ദർശിക്കുന്ന വ്യക്തിക്കാണ് ഈ ഗുണമുള്ളത്. എന്ത് ഗുണം? അദ്ദേഹത്തിന് പരലോകത്തെ സംബന്ധിച്ചൊരു ബോധം, അദ്ദേഹത്തിന് ആഖിറ ലോകത്തെ സംബന്ധിച്ചൊരു ബോധം. അതിനുവേണ്ടി ഖബർ സന്ദർശിക്കുന്ന ആളുകൾക്ക് ആ ഒരു ബോധം കിട്ടുന്നതിന് വേണ്ടി, ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മഖബറകൾ സന്ദർശിച്ചോളൂ എന്നാ. അതല്ലാതെ ആ ഖബറിൽ കിടക്കുന്ന അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അയാൾക്ക് എവിടുന്ന് പ്രാർത്ഥിച്ചാലും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. അത് അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകൂടെ ഇഖ്ലാസ് ഉണ്ടാകും, ഒരു തഖ്വ ഉണ്ടാകും. പക്ഷേ നമുക്ക് എവിടുന്നും ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രാർത്ഥന അള്ളാഹുവിനോടാണ്. ആ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഖബർ സിയാറത്ത് ചെയ്യുന്നത് ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, മറിച്ച് സന്ദർശിക്കുന്ന നമുക്ക് ഈമാൻ വർദ്ധിക്കാനാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ആ മഖബറകൾ സന്ദർശിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്താ പാഠം? അത് സന്ദർശിക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ദുനിയാവിനോട് മടുപ്പുണ്ടാകാനും, ആഖിറത്തെ സംബന്ധിച്ച് ഓർക്കാനും, മരണത്തെ സംബന്ധിച്ച് ഞാൻ മരിച്ചു പോകേണ്ടവരാണല്ലോ, എന്റെ മാതാപിതാക്കളാണല്ലോ ഖബറിൽ കിടക്കുന്നത്, എന്റെ അയൽവാസികളും സുഹൃത്തുക്കളുമാണല്ലോ എന്ന ഒരു മരണത്തെ സംബന്ധിച്ച് ഒരു ബോധം ഉണ്ടാകാൻ അതിനാണ് ഖബർ സന്ദർശിക്കുന്നത്. അതുപോലെ നമ്മുടെ കടികട്ടിയായ ഹൃദയം അത് ലോലമാകാൻ വേണ്ടി, അതൊന്ന് ലോലമാകാൻ വേണ്ടി നിങ്ങൾ ഖബർ സന്ദർശിച്ചോളൂ. അതുപോലെ നിങ്ങൾക്ക് പരലോകത്തെ ഓർത്തുകൊണ്ട്, നിങ്ങൾ കഴിഞ്ഞു പോയ ജീവിതത്തെ സംബന്ധിച്ച് ഓർത്തുകൊണ്ട് കണ്ണുനീർ പൊഴിക്കുവാനും ആ ഖബർ സിയാറത്ത് ഉപകരിക്കുമെന്ന് പറഞ്ഞാൽ ഖബർ സന്ദർശിക്കുന്ന ആളിനാണ് ഈ 4 ഗുണവും ഉള്ളത്. ആരാണോ ഖബർ സന്ദർശിക്കുന്നത് അയാളിലാണ് ഈ 4 ഗുണം ഉണ്ടാവുക. മരണത്തെ പറ്റിയുള്ള ഓർമ്മ, പരലോകത്തെ പറ്റിയുള്ള ഓർമ്മ, അതുപോലെ തന്നെ അയാളുടെ ഹൃദയം കടികട്ടിയായ ഹൃദയത്തിന് അതിന് അയവ് വരാൻ വേണ്ടി, ലോലമാകാൻ വേണ്ടി, മൃദുലമാകാൻ വേണ്ടി, അതുപോലെ കണ്ണുനീര് പൊഴിയാൻ വേണ്ടിയൊക്കെ അയാൾ ഖബർ സിയാറത്ത് പ്രവാചകൻ സുന്നത്താക്കിയിട്ടുള്ളത്. അതിന് ഏത് ഖബർ സന്ദർശിച്ചാലും മതി. മഖബറകൾ സന്ദർശിക്കണമെന്നാ പറഞ്ഞത്, ഏതെങ്കിലും ഖബറല്ല. ഖബറിന്റെ ജമാണ്, ഖബറിന്റെ ബഹുവചനമാണ് ഖുബൂർ. ഖബറുകൾ സന്ദർശിക്കണം. കാരണം എന്താ? അത് സന്ദർശിക്കുന്ന ആളുകൾക്ക് ആ ഖബർസ്ഥാനിലുള്ള മഖബറകളിലുള്ള മുഴുവൻ മയ്യത്തിനെ സംബന്ധിച്ചും ഓർത്ത് സ്മരിച്ച് അയാളിന് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ അയാളിൽ ഉണ്ടാകും. അതിനുവേണ്ടിയാണ് സന്ദർശിക്കാൻ പറയുന്നത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഖബറുകളെ തേടി പുറപ്പെടുന്ന പരിപാടി അല്ലാതെ പ്രവാചകന്റെ സഹാബാക്കൾക്കോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഖബറുകൾ സന്ദർശിക്കുക, മഖബറകൾ സന്ദർശിക്കുക. അങ്ങനെ സന്ദർശിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അല്ലാതെ പ്രവാചകൻ
പ്രവാചകം പഠിപ്പിച്ചു പ്രാർത്ഥന. മഖ്ബറകള്, ഖബർസ്ഥാനിലുള്ള ആളുകള് അവിടെ ചെല്ലുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അവർക്ക് ആദ്യമായി സലാം പറയണം. അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. ഈ മഖ്ബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ വിശ്വാസികളും വിശ്വാസിനികളുമായ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായ മുഴുവൻ ആളുകളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. ആദ്യം അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അവർക്ക് സമാധാനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, അവർക്ക് സലാം പറയുകയാണ്. എന്നിട്ട് പറയുന്നത് ഞങ്ങളും നിങ്ങളോടൊപ്പം വന്ന് ചേരേണ്ടവരാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങള് മുമ്പേ പോയ ആളുകളാണ്, നിങ്ങൾക്ക് പിന്നാലെ ഞങ്ങളും വരും, ഞങ്ങളും ഇവിടെ വന്ന് ചേരേണ്ട ആളുകളാണ്. നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളും നിങ്ങളോടൊപ്പം വന്ന് ചേരാനുള്ളവരാണ്. ആ ഒരു ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അത് അവിടെ തുറന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് നിങ്ങൾക്കും ഞങ്ങൾക്കുമൊക്കെ അല്ലാഹു തആല സൗഖ്യം നൽകട്ടെ എന്നൊരു പ്രാർത്ഥന. ഇത് മഖ്ബറകളിലുള്ള മുഴുവൻ ഖബറാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഏതെങ്കിലും ഒരു വ്യക്തികളുടെ പ്രാർത്ഥനയല്ല. അതുകൊണ്ട് തന്നെ ഖബർസ്ഥാനിലേക്ക് പോകുന്ന മഖ്ബറകളിലേക്ക് പോകുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. ഈ മഖ്ബറകളിൽ വിശ്രമിക്കുന്ന വിശ്വാസികളും മുസ്ലിമീങ്ങളുമായ മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. അത് നമുക്കുള്ള വാചകമാണ്. ഞങ്ങളും നിങ്ങളോടൊപ്പം ഒന്ന് ചേരുന്നവരാണ്. നിങ്ങൾ നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹു തആല സൗഖ്യം നൽകട്ടെ. ഈ ഒരു കാര്യം ഇതാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കും, പരലോകത്തെ പറ്റി ഓർക്കും. അതുപോലെ തന്നെ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന്റെ പളപളപ്പിനെ സംബന്ധിച്ച് ഒരു വിരക്തി ഉണ്ടാകാൻ ഒക്കെ സാധിക്കും. ഇതിനാണ് ഖബർ സിയാറത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സുന്നത്താക്കിയിട്ടത്. പക്ഷേ ഈ സുന്നത്തായ ഖബർ സിയാറത്ത് ഇന്നൊരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ഇന്ന് സിയാറത്ത് ടൂറാണ്. ഖബർ സിയാറത്തും സിയാറത്ത് ടൂറും രണ്ടും രണ്ടാണ്. ഏതെങ്കിലും ഒരു ഖബറിനെ തെരഞ്ഞു പോകുക, അതാണ് സിയാറത്ത് ടൂർ എന്ന് പറയുന്നത്. അതേസമയത്ത് മഖബറുകളിൽ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുക, അത് അയാൾക്ക് സന്ദർശിക്കുന്ന വ്യക്തിക്ക് ഈമാൻ വർദ്ധിക്കും. പക്ഷേ സിയാറത്ത് ടൂർ എന്ന് പറയുന്നത് എന്താ? അത് അവരുടെ ദുനിയാവിലെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി, ലോകശമനത്തിന് വേണ്ടി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടി, അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി, സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി, ആവലാതികൾ ബോധിപ്പിക്കാൻ വേണ്ടി, പ്രയാസങ്ങൾ ഏറ്റുപറയാൻ വേണ്ടിയൊക്കെയാണ് ഇന്ന് ഖബറുകൾ തെരഞ്ഞു പോകുന്ന പരിപാടി. അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ലേ ഇല്ല. ഖബർ തെരഞ്ഞു പോകുന്ന ഒരു ഏർപ്പാട് ഇസ്ലാമിലില്ല. ഇന്ന് നോട്ടീസ് അടിക്കുകയാണ്. ഇവര് ഏതെങ്കിലും ഒരു ജാഗം മുതൽക്ക് ഇതിനേറെ പറയുന്നു നാഗൂര്, അജ്മീർ, ഏർവാടി, മമ്പുറം തുടങ്ങിയിരിക്കുന്ന ഓരോ മഖബറകളെയും ഓരോ ഖബറുകളും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെയും സിയാറത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അടിക്കുന്ന ഒരു പരിപാടി അള്ളാഹുവിന്റെ പ്രവാചകന് പരിചയമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കൾക്ക് പരിചയമില്ല. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശിരീൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർക്കാർക്കും പരിചയമില്ല. സലഫുസ് സാലിഹീങ്ങൾക്ക് പരിചയമില്ല. താബിഈങ്ങൾക്ക് പരിചയമില്ല. മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഖബർ സിയാറത്ത് എന്തിനാ? അത് സന്ദർശിക്കുന്ന ആൾക്ക് മരണത്തെ പറ്റി ഓർമ്മയുണ്ടാകും, പരലോകത്തെ പറ്റി ഓർമ്മയുണ്ടാകും. അതേപോലെ തന്നെ ദുനിയാവിലുള്ള ഈ ദുനിയാവിന്റെ പളപളപ്പിനോടൊരു വിരക്തി ഉണ്ടാകും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഹൃദയം ലോലമാകും. സന്ദർശിക്കുന്ന വ്യക്തിക്ക് ഈമാൻ വർദ്ധിക്കാൻ, അയാളുടെ ഈമാൻ അധികരിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ഖബർ സിയാറത്ത് ചെയ്യാൻ പറയുന്നത്. ഖബറാളികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ ഖബറാളികളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകരുത് എന്ന് മാത്രം. ഇന്നെന്താ സംഭവിക്കുന്നത്? ഖബറിലുള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ആളുകളോട് അവരോട് സങ്കടങ്ങൾ ബോധിപ്പിക്കുക, അള്ളാഹിനോട് പറയേണ്ട കാര്യങ്ങള് അവരോട് പറയുകയാണ്, അള്ളാഹുവിന് ലഭിക്കേണ്ട ഉത്തരങ്ങള് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് സഹോദരന്മാരെ പച്ചയായ ശിർക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നു എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ലക്ഷറി ബസ്സുകളാണ്, ഗ്യാസി സൗകര്യങ്ങളുള്ള ബസ്സാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഖബറുകൾ സന്ദർശിക്കാൻ വേണ്ടി വാഹനങ്ങൾ വിളിച്ച് ഏർപ്പാടാക്കി, പണം സ്വരൂപിച്ച്, നോട്ടീസ് അടിച്ചിറക്കി, അങ്ങനെയൊക്കെ ഖബർ സന്ദർശിക്കുന്ന ഒരു പരിപാടി അതൊരിക്കലും ഇസ്ലാമിന്റേതല്ല. ഖബർ സിയാറത്ത് വേറെ, സിയാറത്ത് ടൂർ വേറെ, രണ്ടും രണ്ടാ. ഇതെല്ലാം ബിസിനസ് ആക്കി മാറ്റിയിരിക്കുക എല്ലാ ഇബാദത്തുകളും. നിങ്ങൾ ഹജ്ജ്, ഉംറ ടൂറാണ്. ഒരു ടൂർ ആനന്ദ പണ്ട് കാലത്തൊക്കെ മൈസൂർ, ഊട്ടിയിലേക്കൊക്കെ ടൂർ പോയിരുന്ന ആളുകൾ ഇന്ന് മക്കയും മദീനയും ഒക്കെ തിരഞ്ഞെടുക്കുകയാണ്. പക്ഷേ ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളെയും ഇന്ന് വ്യവസായവൽക്കരിച്ചുകൊണ്ടിരിക്കുക, അതിനൊക്കെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നോട്ടീസ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഖബർ സിയാറത്തിന്, അതിന് ആളെ വിളിച്ചു ചേർക്കേണ്ട ആവശ്യമില്ല, അഡ്വാൻസ് വാങ്ങേണ്ട ആവശ്യമില്ല. ഏത് മഖബറുകളും സന്ദർശിച്ചുകൊണ്ട് നമുക്ക് പരലോകത്തെ ഓർക്കാവുന്നതാണ്, നമ്മുടെ മരണത്തെ നമുക്ക് ഓർക്കാവുന്നതാണ്. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് അത് പ്രവാചകന്റെ നൂറ്റാണ്ടാണ്, സഹാബാക്കളുടെ നൂറ്റാണ്ടാണ്.
തൊട്ടടുത്ത സലഫുസാലികൾ നൂറ്റാണ്ടാണ്. അവർക്കൊന്നും പരിചയമില്ലാത്ത ഒരു കാര്യം അവർ കെട്ടിപ്പടുക്കുകയും എന്നിട്ട് അവിടെ കുമ്മായം ഇടുകയും അവിടെ നിലവിളക്ക് കത്തിക്കുകയും അവിടെ ഉറൂസും ഉത്സവങ്ങളും നേർച്ചകളും നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു പരിപാടി ഇസ്ലാമിന്റേതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ജൂതായിസമാണ്. അത് ജൂതന്മാർ എന്ന് ഷിയാക്കളിലേക്ക് വന്നു, ഷിയാക്കളിൽ നിന്ന് പല നാടുകളിലേക്കും പ്രചരിച്ചു. അതൊരിക്കലും ഖുർആനും ഹദീസും അതിനൊരിക്കലും തെളിവില്ല, പ്രമാണമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഏറ്റവും വലിയാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ലോകത്തിലെ ഒന്നാമത്തെ വലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവരാരും ചെയ്യാത്തൊരു കാര്യം ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു വിശ്വാസിക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. എന്നൊക്കെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും അപകടം വരുമ്പോൾ തട്ടി വീഴാൻ പോകുന്ന സമയത്ത്, പ്രയാസമുള്ള സമയത്തൊക്കെ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്ന ആളുകളുണ്ട്. പക്ഷേ ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? അല്ലാഹുവിനോടാ പ്രാർത്ഥിച്ചത്. ഇന്ന് ബദരീങ്ങളുടെ ഖബറുകൾ മക്കയിലുണ്ട്. അതൊന്നും കെട്ടിപ്പടുത്തിട്ടില്ല. അവിടെയൊന്നും നേർച്ചയോ ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഒന്നും സംഘടിപ്പിക്കുന്നില്ല. അവരൊക്കെയും മക്കബറകളിൽ അത്യവിശ്രമം കൊള്ളുകയാണ്. മക്കയിലെയും മദീനയിലും ഒക്കെ ഖബർസ്ഥാനം സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഒരു ഖബറും കെട്ടിപ്പടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖബർ കെട്ടിപ്പടുക്കുന്ന സമ്പ്രദായം അത് ഇസ്ലാമികമല്ല എന്ന് മാത്രമല്ല, അത് ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ വളരെ വ്യക്തമായി കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തീങ്ങള് മുൻ സമുദായത്തെ ചാടിനിച്ചാടായും മുഴത്തിന് മുഴമായും അംഗീകരിക്കുന്ന ഒരു അവസ്ഥ വരും എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, ആരെയാണ് ഉദ്ദേശിക്കുന്നത് പ്രവാചകരെ? യഹൂദികളെയാണോ നസാറാക്കളെയാണോ? പ്രവാചകൻ അതേ, ജൂതന്മാരും നസാറാക്കളും തന്നെയാണ്. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ചാടിനിച്ചാടായി അംഗീകരിക്കുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തീങ്ങളിൽ വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഈ മക്ബറകൾക്ക് തുടങ്ങിയ പരിപാടി, മക്കാമുകളും ജാറങ്ങളും ഉത്സവങ്ങളും നേർച്ചകളും തുടങ്ങിയ ഒരു പരിപാടിക്കും ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവുമില്ല. മുസ്ലിമീങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അത് ഖബറാരാധകരും ഖബർ പൂജകരുമായ ആളുകൾ നടത്തുന്ന പരിപാടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഇസ്ലാമിക പ്രമാണം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്ത ഒരു കാര്യങ്ങൾ ഒരിക്കലും ഒരു മുസ്ലിം ചെയ്തുകൂടാ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം വളരെ പ്രധാനമാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധനകൾ അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധനകൾ അല്ലാത്ത മക്ബറകളിലേക്കോ ജാറകളിലേക്കോ ദർഗകളിലേക്കോ അത് ക്ഷേത്രങ്ങളിലേക്കോ വിഗ്രഹങ്ങളിലേക്കോ ബിംബങ്ങളിലേക്കോ അത് അമ്പിയാക്കളിലേക്കോ ഔലിയാക്കളിലേക്കോ ആരിലേക്ക് കൊടുത്താലോ അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. ജാഹിലിയത്ത് അറിയാത്തവന് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. ഇസ്ലാം അറിയണമെങ്കിൽ ജാഹിലിയത്ത് അറിയണം. തൗഹീദ് അറിയണമെങ്കിൽ എന്താണ് ശിർക്ക് എന്നറിയണം. എപ്പോഴേ നമുക്ക് യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നമാ തൻഖുദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ, ഇസ്ലാമിന്റെ ഓരോ പിടികളും അഴികളും ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞു പോകും. ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് വരുമ്പോ ഇസ്ലാമിന്റെ ഓരോ പിടികളും നശിച്ചു പോകും എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. സഹോദരന്മാരെ, നമ്മൾ ഇസ്ലാം പഠിക്കണം. എന്താണ് ഇസ്ലാം എന്ന് പഠിക്കണം. എന്താ തൗഹീദ് എന്ന് പഠിക്കണം. അതുപോലെ തന്നെ ജാഹിലിയത്തും ശിർക്കും എന്താണെന്ന് പഠിക്കണം. അപ്പോഴേ നമുക്ക് ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. രാത്രിയുടെ കൂരിരുട്ട് അനുഭവിച്ചവനെ പകലിന്റെ പ്രകാശം ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ പ്രയാസങ്ങളിൽ ഇടങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിച്ചവനെ സുഖം ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ജാഹിലിയത്ത് മനസ്സിലാക്കിയവൻ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തൗഹീദ് മനസ്സിലാക്കിയവന് ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായി ദീന് പഠിക്കണം, ദീന് മനസ്സിലാക്കണം. അത് പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കണം. അത് അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ജീവിച്ചു കാണിച്ച മാതൃക നമുക്ക് മുമ്പിലുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് പിൻപറ്റുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഖുർആനും സുന്നത്തും അറിഞ്ഞും അനുസരിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസമാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുഹറം മാസത്തിലെ 9, 10 ദിവസത്തെ നോമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സുന്നത്താക്കിയിട്ടുണ്ട്. പക്ഷെ ഈ പവിത്രമായ മാസത്തെ പോലും
രഹസ്യമായി കാണുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. മുഹറം മാസം എന്ന് പറഞ്ഞാൽ അത് ഒരു വെറുക്കപ്പെട്ട മാസമാണെന്നും ഈ മാസപ്പിറവി എങ്ങാനും മറഞ്ഞു കണ്ടാൽ അയാൾക്ക് ആ വർഷം മുഴുവനും എന്തെങ്കിലും ആപത്തും